ഈ കേരളത്തിൽ നിന്ന് മന്ത്രിമാരില്ലാത്തതുകൊണ്ട് കർണാടകത്തിൽ നിന്ന് വലിയ കാര്യത്തിൽ പിന്നെ നമ്മുടെ ശിവകുമാറിനെ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല 2 വാക്ക് പറയാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു. ഒരുപാട് മെനക്കെട്ടിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ വെളുക്കാൻ തേച്ച പാണ്ടായി. പറഞ്ഞത് പിൻവലിക്കാനും വയ്യ, ആകെ പ്രശ്നത്തിലാണ്. പിന്നെ വിദ്യാഭ്യാസ അവാർഡാണ് വിതരണം ചെയ്തത്. കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, എന്തുകൊണ്ടോ എന്നെ വിളിച്ചില്ല. എന്താണ് എൻ്റെ കാര്യമെന്നറിയില്ല. അതിനേക്കാൾ ഒരു മിടുക്കനെയാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ചെന്നാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ല വാക്ക് പറയുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതെനിക്കിപ്പോൾ തോന്നുന്നത്, മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതിൽ അലൻസിയർ, നമ്മുടെ അലൻസിയർ എൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആണ്. അതിന് സമാനമായാണ് പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നേരിടുന്നത്. കെ സി വേണുഗോപാലിൻ്റെ മണ്ഡലത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്യാനെത്തിയായിരുന്നു കർണാടകത്തിലെ റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ കൃഷ്ണ ബൈര്യ ഗൗഡ. അദ്ദേഹം എന്തായാലും വളരെ മാന്യനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രധാനമായും വന്നത് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളാണ്. കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എങ്ങനെ കോൺഗ്രസ്സുകാർ സഹിക്കും? പൊതുവിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും മാനവ വികസന സൂചികകളിലെ കേരളത്തിൻ്റെ മേധാവിത്വത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ്. പിന്നെ കർണാടക മന്ത്രിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? സത്യസന്ധമായി കാര്യങ്ങൾ വിവരിച്ച കർണാടക മന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി കേരളത്തിൻ്റെ വികസനത്തെ പിന്തുണയ്ക്കുകയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത്.